ഒന്നിനൊന്നിനും ദാരിദ്ര്യമാണ്. രാവിലെ ഇറങ്ങി രാത്രിയാകുമ്പോൾ 10, 700, 800 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ പടാപ്പാട് ഓടുകയാണ്. ജനങ്ങളെ ഒന്നിനൊന്നിനും ദ്രോഹിച്ചിട്ടല്ലേ ഇരിക്കുന്നത് കേരളം. പിന്നെ ഇതിൽ കേരളത്തിൽ എന്തിനാണ് ഇവിടെ ജനങ്ങൾക്ക് എന്താണ് സമാധാനമുള്ളത് കേരളത്തിനകത്ത്? അവരുടെ വളർച്ചയെ കുറിച്ചാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇവിടെ ഇന്നും പട്ടിണി തന്നെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അമേരിക്കയിൽ അത്ര വളർന്നതായിട്ട്? പിന്നെ അത് നമ്മൾ യോജിക്കുന്നില്ല, ഇനി പറയാനൊന്നുമില്ല. ഇതിനപ്പുറം കള്ളത്തരം ഇനി എവിടെ കാണിക്കേണ്ടത്? നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രസ്താവനകളും പലപ്പോഴും വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമാകാറുണ്ട്. ഇപ്പോഴിതാ അങ്ങ് അബുദാബിയിൽ പോയി മുഖ്യൻ പറഞ്ഞ ഒരു പ്രസ്താവനയും ചർച്ചയാവുകയാണ്. നമ്മുടെ കേരളം അമേരിക്കയെ പോലും വെല്ലാൻ പാകത്തിൽ വളർന്നുവെന്നാണ് മുഖ്യന്റെ പുതിയ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിനെ പറ്റി ജനങ്ങൾക്ക് ചിലത് പറയാനുള്ളത് കേട്ടു നോക്കിയാലോ? കേരളം പല കാര്യത്തിലും മുന്നിൽ തന്നെയാണ്. അമേരിക്കയേക്കാൾ വളർന്നു എന്ന് പറയുമ്പോൾ ചില ഘടകങ്ങൾ നോക്കിയാൽ അമേരിക്കയായിട്ട് മുന്നിലാണ്. നമ്മൾ കോവിഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അമേരിക്കയിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചപ്പോൾ കേരളത്തിൽ വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ മരിച്ചത്. അമേരിക്കയെ വെല്ലാൻ പാകത്തിൽ നമ്മുടെ കേരളം വളർന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും വളർന്നിട്ടില്ല. എന്താ അപ്പൊ സത്യം എന്താണ്? ഇനിയിപ്പോൾ എന്താണ് പിണറായിയുടെ അടുത്ത് തന്നെ ചോദിക്കണം, അല്ല എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ചേട്ടൻ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ചേട്ടൻ എന്താ തോന്നുന്നത്? അമേരിക്കയെ വെല്ലാൻ പാകത്തിൽ നമ്മുടെ കേരളം ഒന്നും അനുവദിച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും കേരളം ചെയ്തിട്ടുണ്ടോ ഇവിടെ നല്ലതെന്തെങ്കിലും? എങ്കിലല്ലേ കേരളം അമേരിക്കയെക്കാളും വെല്ലുന്നതായിരിക്കും. കേരളത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ജനങ്ങളെ ഒന്നിനൊന്നിനും ദ്രോഹിച്ചിട്ടല്ലേ ഇരിക്കുന്നത് കേരളം. പിന്നെ ഇതിൽ കേരളത്തിൽ എന്തിനാണ് ഇവിടെ ജനങ്ങൾക്ക് എന്താണ് സമാധാനമുള്ളത് കേരളത്തിനകത്ത്? കേരളം ഒന്നിനൊന്നിന് താഴോട്ടാണ് പോകുന്നത്. പിന്നെ അമേരിക്ക എങ്ങനെ വെല്ലും കേരളം? മുഖ്യമന്ത്രി എന്ത് വേണമെങ്കിലും പറയാം, വായത്തൊന്ന് മൊത്തം മുഖ്യമന്ത്രി പറയും. ഈ കേരളത്തിന് വല്ല എന്തെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണ്ടേ? ജനങ്ങൾക്ക് എന്തെങ്കിലും വികസനമോ മറ്റുള്ള കാര്യങ്ങൾ വേണ്ടേ? എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവിടെ ജനങ്ങളെ മൊത്തം കൊന്നു ജില്ലയാണ്. ഒന്നിനൊന്നിനും വില കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? ഒരു സ്പെയർ പാർട്സ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി പണി ഇവിടെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 60,000 രൂപ ഇപ്പോൾ വേണം. പണ്ടൊക്കെ 8, 10 രൂപയ്ക്ക് 15 രൂപയ്ക്കൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പോൾ 60,000 രൂപ ഒരു വണ്ടി ചെയ്യാൻ പറ്റൂല. ഇൻഷുറൻസിനും ടാക്സിനും പെർമിറ്റിനും എല്ലാത്തിനും ഇങ്ങനെ കുത്തനെ കയറ്റിക്കൊണ്ട് പോവുകയില്ല. പിന്നെ കേരളം അമേരിക്കയെക്കാളും എങ്ങനെ വെല്ലുന്നത്? ഒരിക്കലും ഇല്ല. ചേട്ടാ, ഈ നവംബർ 1 മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു, നമ്മുടെ കേരളം അതിദാരിദ്ര്യ മുക്തമായെന്ന്. ദാരിദ്ര്യം എവിടെ മുക്തമായെന്നാണ്? മനുഷ്യനെ ഇവിടെ ദാരിദ്ര്യത്തിൽ സഹിക്കാൻ വയ്യാതാണ് ആൾക്കാർ ജീവിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഉള്ളവന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാനല്ല, ഇല്ലായ്മക്കാരന്മാരെല്ലാം ഇവിടെ കഷ്ടപ്പെടുകയാണ്. ഒന്നിനൊന്നിനും ദാരിദ്ര്യമാണ്. രാവിലെ ഇറങ്ങി രാത്രിയാകുമ്പോൾ 10, 700, 800 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ പടാപ്പാട് ഓടുകയാണ്. പിന്നെ എവിടെയാണ് കേരളം ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നത്? ഇവിടെ എല്ലാവരും കേരളം മൊത്തം ദാരിദ്ര്യത്തിനാണ് ജീവിക്കുന്നത്. നല്ല രീതിയിൽ ഒരു സാധാരണക്കാരൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളവന്മാർക്ക് വിഷയമില്ല, പലതരത്തിൽ അവർക്ക് ജീവിക്കാൻ. അതാണ് നടന്നിട്ടുണ്ട്. കേരളം ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ 10 വർഷത്തിന് ഈ മുഖ്യമന്ത്രി പിണറായി സർക്കാർ വന്നിട്ട് ഇവിടെ ഞാൻ പറയുന്നത് ഇതിവിടെ ഒന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് പറയാവുന്നത്. അങ്ങനെയൊന്നും വളർന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട് 10 വർഷത്തെ അവരുടെ ഭരണം? എങ്ങനെയുണ്ടായിരുന്നു? പാവങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയായിരുന്നു. അവർക്ക് പെൻഷൻ വയസ്സായവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്തായിരുന്നു. പിന്നെ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തായിരുന്നു. അമ്മക്ക് കിട്ടിയില്ല, എനിക്ക് ജോലിയുണ്ട്, ചെറിയ ജോലിയുണ്ട് മെഡിക്കൽ കോളേജിൽ. അല്ലാത്തുള്ള ആൾക്കാർക്കൊക്കെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നമ്മുടെ കേരളം അത്രമാത്രം വളർന്നിട്ടുണ്ടെന്ന്? ഇല്ല. എന്താ ഈ ഇടത് സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാ ഉള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നത്? വീടൊക്കെ ഇത്തിരി എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, തലയൊക്കെ സെയിൽസൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, പെൻഷനെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈസ്റ്റ് ഫോർട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം വരുന്ന യാത്രക്കാർക്കായിരുന്നാലും ആർക്കായിരുന്നാലും ഒരു റെസ്റ്റ് റൂം പോലും അവിടെ ഇല്ല, വാഷ്റൂമോ ഒന്നും ഇല്ല. അങ്ങനെയുള്ള ഒരു കേരളത്തെ നമുക്ക് അമേരിക്കയെ വെല്ലാൻ പാകത്തിൽ വളർന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തിനായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത്? ഇനിയിപ്പം വരുന്ന ഇലക്ഷനൊക്കെ മുൻകണ്ടുകൊണ്ട് തന്നെയായിരിക്കോ? തോന്നുന്നു. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇനിയിപ്പം 3ാമതും ജനങ്ങൾ ഇടത് സർക്കാരിനെ തെരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതെന്താ അമ്മ അങ്ങനെ തോന്നാൻ കാരണം? എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നു, നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു. കാലക്രമേണ അങ്ങനെ ആയിക്കൂടാന്നില്ലല്ലോ. അല്ല, ഇപ്പോഴായിട്ടുണ്ടോ? എടുത്തതായിരിക്കില്ലല്ലോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. ക്രമേണ അങ്ങനെ ആവുമെന്നായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. ഇപ്പം നവംബർ 1 അവർ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയതാണ് നമ്മുടെ കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കിക്കൊണ്ട്. കേരളം മുഴുവനായിട്ട് അതിദാരിദ്ര്യ മുക്തമായെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മുക്തമായെന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
ഇപ്പൊ വരുന്ന ഇലക്ഷൻ കണ്ടുകൊണ്ടുള്ള ഒരു പ്രചാരണമായിരിക്കും ഇത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ മുൻകണ്ടുകൊണ്ട് ചെയ്യുമല്ലോ. അത് തന്നെയായിരിക്കും നടക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നില്ല. എന്താ ചെയ്യേണ്ടത് പറയാനുള്ള? അതേപറ്റി പറയാവുന്നില്ല, യോജിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അമേരിക്കയിൽ അത്ര വളർന്നതായിട്ട്? പിന്നെ അത് നമ്മൾ യോജിക്കുന്നില്ല, ഇനി പറയാവുന്നില്ല. അവര് പറയുന്നത് അവരുടെ 10 വർഷത്തെ ആ അവരെല്ലാം പറയും, അവർ പറയും, നമ്മൾ കേൾക്കണം. അത് തന്നെയാണ് അവർ പറയും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. ചേട്ടൻ എന്താ അതേപറ്റി പറയാനുള്ളത്? വളർന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് കുറച്ച് നാളായേ ഉള്ളൂ, അയാളെ വൈഫിന് സുഖമില്ലാതെ ആശുപത്രി പോയി, 3 ആശുപത്രിയിൽ പോയി. ഒന്ന് മെഡിക്കൽ കോളേജ്, അവിടെ നിന്ന് ശാസ്തമംഗലം, അവിടെ നിന്ന് പോർട്ട് ആശുപത്രിയിൽ പോയി ഒരു സ്കാനിങ്ങിന് എഴുതി തരാൻ പറഞ്ഞു. എടുക്കണമെന്ന് ഇവിടെ നിന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ അവിടുത്തെ സിസ്റ്റർ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഡോക്ടർ ഊണ് കഴിക്കാൻ പോയി, ഡോക്ടർ വീട്ടിൽ പോയി കണ്ട് എങ്കിൽ മാത്രമേ സ്കാനിങ്ങിന് എഴുതുള്ളൂ. അപ്പോൾ അമേരിക്കക്കാലം വളർന്നില്ലേ, ഇതിൽ കൂടുതൽ അത്രത്തോളം വികസനം വന്നു കഴിഞ്ഞല്ല. മാത്രമല്ല ചേട്ടാ, ഈ നവംബർ 1-ന് ഈ ഇടത് സർക്കാർ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയല്ലോ, നമ്മുടെ കേരളം അതിദാരിദ്ര്യ മുക്തമായെന്ന്. ഫുള്ളായിട്ട് മാറിയിട്ടുണ്ടോ അവർ പറയുന്നത് പോലെ? മധു മരിച്ചത് നമുക്കറിയാമല്ലോ, ആദിവാസി മധു. മറ്റേ ദാരിദ്ര്യം മാറിയതുകൊണ്ടല്ലേ മധു മരിക്കാൻ കാര്യം. അപ്പം ദാരിദ്ര്യമൊക്കെ മാറി, നമുക്ക് എല്ലാം ദാരിദ്ര്യമൊക്കെ മാറി. കട്ടയ്ക്ക് ദാരിദ്ര്യം ഇല്ലാതെയാണ് നമ്മളിരിക്കുന്നത്. പിന്നെ എല്ലാവരും സമ്പന്നം തന്നെ. വൈകിട്ട് ഉച്ചയ്ക്കുള്ള നാളത്തെ ഉച്ചയ്ക്കുള്ള കഞ്ഞിക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് എല്ലാം മാറിയിട്ടുണ്ട്. ചേട്ടൻ എന്തായിട്ടാ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ. ചേട്ടാ, ഇപ്പം ഈസ്റ്റ് ഫോർട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വരുന്ന യാത്രികർക്കൊന്നും ഒരു വാഷ്റൂം പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു കേരളത്തെയാണോ അമേരിക്കയെക്കാട്ടിയും വെല്ലാൻ ഭാഗത്തിൽ വളർന്നു എന്ന് പറയുന്നത്? അവരുടെ വളർച്ചയെ കുറിച്ചാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇന്നും പട്ടിണി തന്നെ. എങ്കിൽ പൊതിച്ചോറ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറിന് ഇവര് ഡെയിലി പോകുന്നുണ്ട്. പട്ടിണി മാറിയെങ്കിൽ പൊതിച്ചോറ് എന്തിനു കൊടുക്കണം? മെഡിക്കൽ കോളേജിൽ പോയാൽ തന്നെ അറിയാമല്ലോ. അതിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. മുഴുവനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു മാറ്റിയിട്ടില്ല. പിന്നെന്തിനായിരിക്കും അവരുടെ പ്രഖ്യാപനം അവർ നടത്തിയത്? അടുത്ത ഇലക്ഷനിൽ ജയിച്ചു വരാൻ വേണ്ടി. ദിവസം കാണില്ല, ദിവസം പ്രോബ്ലങ്ങൾ. ഇതിലപ്പുറം കള്ളത്തരം ഇനി എവിടെ കാണിക്കേണ്ടത്? ഇത്രമാത്രം കള്ളം കാണിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും പോരെ. അത് മാത്രമല്ല സാർ, കഴിഞ്ഞ നവംബർ 1-ന് നമ്മുടെ കേരളത്തെ അതിദാരിദ്ര്യ മുക്ത കേരളമാക്കി പ്രഖ്യാപിച്ചല്ലോ. പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം ഇല്ല, മാറിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ പേപ്പറിലുണ്ടായിരുന്നല്ലോ, ഒരാൾ വീടില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലായിരുന്നു. അതൊക്കെ അതിനുള്ള തെളിവാണ്, സംശയമില്ലാത്ത കാര്യമില്ലേ. എന്തിനായിരിക്കും പിന്നെ സർക്കാർ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ? ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവന. വരുന്ന ഇലക്ഷൻ മുൻകണ്ടുകൊണ്ടുള്ള എന്തെങ്കിലും പ്രചാരണം? 100% 100%, അത് സംശയമില്ലാത്ത കാര്യമല്ലേ.